ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ഉന്മഗ്നേ ജഡിതി തഥാധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്താൻ. ഉന്മഗ്നേ ജഡിതി തഥാധരാധരേന്ദ്രേ. ഉന്മഗ്നേ അതിങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ജഡിതി പെട്ടെന്ന് തഥാ ധരാധരേന്ദ്രേ തഥാ അപ്പോൾ ധരാധരേന്ദ്രേ ആ മന്ദരപർവ്വതം പെട്ടെന്നങ്ങനെ ഉയർന്നു വന്നപ്പോൾ അപ്പോൾ ഇത് ആ സമുദ്രത്തിനുള്ളിലേക്ക് മറഞ്ഞു പോയപ്പോൾ ദുഃഖിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ദേവന്മാരും അസുരന്മാരും. ആ സമയത്താണ് ഭഗവാൻ തൻ്റെ ഒരു മായ, ഒരു അവതാരം, ഭഗവാൻ ഒരു കൂർമ്മത്തിൻ്റെ കപട വേഷം ധരിച്ച് അതിനെ ഉയർത്തിക്കൊണ്ടു വന്നത്. അങ്ങനെ ആ മന്ദരപർവ്വതം പെട്ടെന്ന് ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ നിർമേധുർ ദൃഢമിഹ സമ്മതേന സർവേ. നിർമേധുർ എന്ന് പറഞ്ഞാൽ മഥിക്കുവാൻ തുടങ്ങി. ദൃഢമിഹ, ദൃഢം ഇഹ, ഇങ്ങനെ രണ്ട് വാക്കുകളോട് കൂടിയതാണ് ദൃഢമിഹ. ഇഹ എന്ന് പറഞ്ഞാൽ അവിടെയുണ്ടായിരുന്ന, ദൃഢം എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയോടുകൂടി ദേവന്മാരും അസുരന്മാരും ആ സമയത്ത് നന്നായി അതിനെ മഥനം ചെയ്യുവാൻ തുടങ്ങി. മന്ദരപർവ്വതത്തെ കടകോലാക്കി വെച്ചുകൊണ്ട് നന്നായി അങ്ങോട്ട് മഥനം ചെയ്യുവാൻ തുടങ്ങി. സമ്മതേന സർവേ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, അതായത് ദേവന്മാരും അസുരന്മാരുമൊക്കെ സന്തോഷത്തോടു കൂടി എന്നാണ് പറഞ്ഞത്. സമ്മതേന സർവേ, എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആരാ? ദേവന്മാരും അസുരന്മാരുമാണ്. അവരൊക്കെ പിന്നീട് ആ കടയാൻ തുടങ്ങിയത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ്. ഒരു ദുഃഖം അതിൻ്റെ മാക്സിമത്തിലെത്തിയിട്ട് അതിയായ ദുഃഖത്തിൽ നിന്നും പെട്ടെന്ന് തങ്ങളുടെ ദുഃഖം മാഞ്ഞ മന്ദരപർവ്വതം പൊങ്ങി വന്നപ്പോൾ അതേപോലെ അതിയായ സന്തോഷത്തോടു കൂടി തന്നെ അവരതിനെ കടയുവാൻ തുടങ്ങി, മഥനം ചെയ്യുവാൻ തുടങ്ങി. ആവിശ്യദ്വിതയഗണേപി സർപ്പരാജേ. ആവിശ്യ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ട്, ദ്വിതയഗണേപി, ദ്വിതയം എന്ന് പറഞ്ഞാൽ രണ്ട്, ദ്വിതയഗണേപി രണ്ട് ഗണങ്ങളിലും, അതായത് ദേവഗണങ്ങളിലുള്ളവരുടെയും അസുരഗണങ്ങളിലുള്ളവരുടെയും ഉള്ളിൽ പ്രവേശിച്ചിട്ട് സർപ്പരാജെ അവിടുന്ന് വളരെ സൂക്ഷ്മഭാവത്തിൽ, സൂക്ഷ്മരൂപത്തിൽ ഈ ദേവന്മാരിലും അസുരന്മാരിലും പ്രവേശിച്ച് അവർക്ക് കുറച്ചുകൂടി ഒരു അവരുടെ ആ ക്ഷീണിച്ചിരുന്ന ആ ഭാവത്തെയൊക്കെ, ആ പരവശ ഭാവത്തെയൊക്കെ മാറ്റിയിട്ട് അവിടുന്ന് സർപ്പരാജെ ദേവന്മാരിലും അസുരന്മാരിലും മാത്രമല്ല ആ വാസുകിയിലും അവിടുന്ന് സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് വൈവശ്യം പരിശമയൻ, വൈവശ്യം അവരുടെ ആ ഒരു വിവശത, അവരുടെ ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് രണ്ട് ഗണങ്ങളുടെയും, ദേവഗണങ്ങളുടെയും അല്ലെങ്കിൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒപ്പം വാസുകിയുടെയും ക്ഷീണത്തെയൊക്കെ ഒന്ന് പരിശമയന്നവീവൃതസ്താൻ, പരിശമയൻ അവീവൃത താൻ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പരിശമയന്നവീവൃതസ്താൻ. പരിശമയൻ എന്ന് പറഞ്ഞാൽ ശമിപ്പിച്ചിട്ട് ആ വിവശഭാവത്തെയൊക്കെ, അവരുടെ ആ ക്ഷീണഭാവത്തെയൊക്കെ ഒന്ന് ശമിപ്പിച്ചിട്ട് അവീവൃത താൻ, അവീവൃത എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു, അവരുടെ ആ ബലത്തെയൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് അവരെ ബലവീര്യ സമ്പന്നരാക്കി തീർത്തു അവിടുന്ന്. താൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് തന്നെ സൂക്ഷ്മരൂപത്തിൽ ഈ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഉള്ളിൽ, ഇവിടെ നമുക്ക് തോന്നാം ഭഗവാന് ദേവന്മാരെ അല്ലേ ഇഷ്ടം, പിന്നെ എന്തിനാണ് അസുരന്മാരുടെ ഉള്ളിൽ കടന്നത് എന്ന് ചോദിച്ചാൽ, രണ്ടു വശവും ശക്തിയായി കടഞ്ഞാൽ മാത്രമേ അമൃതം പൊങ്ങി വരികയുള്ളൂ. ഇവിടെ രണ്ടു വശത്തിനും ആ ഒരു ശക്തി കിട്ടാൻ ഭഗവാന് നന്നായിട്ടറിയാം. ഇത്രയും നേരവും
കടഞ്ഞിട്ട് അവരുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് നന്നായി മഥനം ചെയ്ത് അതിൽ നിന്നും ആ അമൃതം പൊങ്ങി വന്നെങ്കിൽ മാത്രമേ ദേവന്മാർക്ക് രക്ഷയുള്ളൂ. ഇവിടെ ദേവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി, ദേവന്മാരുടെ സങ്കടം തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ അസുരന്മാരുടെയും ഉള്ളിൽ കടന്നത്. അപ്പോൾ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഈ വാസുകിയുടെയും ഉള്ളിൽ ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ കടന്നിട്ട് ഭഗവാനെ അവരെയൊക്കെയും ബലവീര്യരാക്കി തീർത്തു. എല്ലാം അവിടുത്തെ ഒരു ലീലയായിരുന്നു ഭഗവാനെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉന്മഗ്നേ ജഡിതി തഥാ ധരാധരേന്ദ്രേ നിർമ്മേധുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്താൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിർമ്മേധുർദൃഢമിഹ, അവിടെ മാ കൂട്ടക്ഷരമാണ്. അതേപോലെ നിർമ്മേധുർദൃഢം ഇഹ ആണ്. അതും പദം പിരിക്കണ്ട, മായുടെ ഇക്കാരം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അടുത്തത് ദ്വിതയ ഗണേപി, അവിടെ വിശ്ലേഷണമുള്ളതുകൊണ്ട് എകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത പരിശമയൻ അവീവൃതസ്ഥാൻ, അവിടെ പരിശമയൻ അവീവൃത ആണ്. അതുകൊണ്ട് പരിശമയൻ അവീവൃതസ്ഥാൻ, ന കൂട്ടക്ഷരമാണ്, കട്ടിയിൽ വായിക്കണം. ഒപ്പം അകാരം കൊടുത്തും വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയഃ പ്രമോദാദുദ്ഭ്രാന്ത നുനുവുരുപാത്ത പുഷ്പവർഷാ. ഈ 9ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ ഭഗവാൻ രണ്ട് കൂട്ടർക്കും, ദേവന്മാർക്കും അസുരന്മാർക്കും അതേപോലെ വാസുകിക്കും ശക്തിയും ഉത്സാഹവും ഒക്കെയായി ഭഗവാൻ സ്വയം വർത്തിക്കാൻ തുടങ്ങി. ഇനിയും ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ അടുത്ത ഒരു കാരുണ്യമാണ് നമ്മൾ കാണുന്നത്. സമുദ്രത്തിനുള്ളിലേക്ക് താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാൻ കാരുണ്യം കാണിച്ചു. അതിനുശേഷം ഈ രണ്ടു വശത്തു നിന്ന് കടയുന്നവരുടെയും കയറായി ഉപയോഗിക്കുന്ന വാസുകിയുടെയും ഉള്ളിൽ സ്വയം ഉത്സാഹവും ശക്തിയുമായി ഒക്കെയായി കടന്നുകൊണ്ട്, ബലമായി കടന്നുകൊണ്ട് ഭഗവാൻ കാരുണ്യം കാണിച്ചു. അടുത്ത കാരുണ്യം പറയുകയാണ്, ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര. ഉദ്ദാമ ഭ്രമണജവ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയോടുകൂടിയാണ് ഇപ്പോൾ. കാരണം രണ്ടു കൂട്ടർക്കും വീര്യം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തിയോടുകൂടി ഉള്ള മഥനം കാരണം, ഈ അതിശക്തമായ മഥനം കാരണം ഉന്നമദ്ഗിരീന്ദ്ര, ആ മന്ദരപർവ്വതം അങ്ങനെ മുകളിലേക്ക് ഇപ്പോൾ ഉയരാൻ തുടങ്ങി. താഴേന്ന് വളരെ ശക്തിയായിട്ട് അതങ്ങനെ ഇളക്കി മറിയുകയാണ്, അടിത്തട്ടിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ തോടിൻ്റെ പുറത്തായിരുന്നു അതിനെ താങ്ങി നിർത്തിയിരുന്നതെങ്കിലും അവിടുത്തെ ആ കട്ടിയുള്ള പുറന്തോടിൻ്റെ പുറത്ത് അവിടുന്ന് ഉയർത്തി നിർത്തിയിരുന്ന ആ മന്ദരപർവ്വതം ഇപ്പോൾ ആ ജലം അതിശക്തമായി മഥനം ചെയ്യുന്നതുകൊണ്ട് ജലം തന്നെ മുകളിലേക്ക് ഉയർന്നപ്പോൾ ഈ പർവ്വതവും മുകളിലേക്ക് ഉയർന്നു വന്നു. ഗിരീന്ദ്ര, ഉന്നമദ്ഗിരീന്ദ്ര, അത് മുകളിലേക്ക് ഉയർന്നു വന്നു. ആ സമയത്ത് ന്യസ്തൈകസ്ഥിരതരഹസ്ത പങ്കജം ത്വാം, ന്യസ്ത ഏക, ഭഗവാനെ അവിടുന്ന് ഒന്ന് ആ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ആ
മന്ദരപർവ്വതത്തെ ന്യസ്ത ഒന്ന് തടഞ്ഞു. എങ്ങനെ? ഏക സ്ഥിരതര ഹസ്തപങ്കജം. ഏക അങ്ങ് തന്നെ വന്ന് ഇതിനെ തടഞ്ഞത് എങ്ങനെയാണ്? ഒറ്റ കൈകൊണ്ട്. ഹസ്തപങ്കജം അവിടുത്തെ ആ തൃക്കൈകൾ കൊണ്ട് അവിടുന്ന് വന്ന് അതിനെ സ്ഥിരതര താഴേക്കങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തി. ത്വാം അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ പൊന്നു തൃക്കൈകളാൽ അവിടുന്ന് തന്നെ ആ മന്ദരപർവ്വതത്തെ താഴോട്ട് ഉറപ്പിച്ചു നിർത്തി ഒരു കൈകൊണ്ട്. അഭ്രാന്തേ ആ സമയത്ത് ആകാശത്തിൽ വിധി ഗിരിശാദയ, വിധി ബ്രഹ്മാവ്, ഗിരിശൻ എന്ന് പറയുന്നത് പരമശിവന്. അപ്പോൾ വിധി ഗിരിശാദയ ബ്രഹ്മാവും സാക്ഷാൽ പരമശിവനും ആദിയായിട്ടുള്ളവർ പ്രമോദാദുദ്ഭ്രാന്ത, പ്രമോദാത് സന്തോഷപരവശരായിട്ട്, ഉദ്ഭ്രാന്ത എന്ന് പറഞ്ഞാൽ അവർ അത്യധികം സന്തുഷ്ടരായിട്ട്. എന്നിട്ട് നുനുവുരുപാത്ത പുഷ്പവർഷാഹ, നുനുവുഹു ഉപാത്ത പുഷ്പവർഷാഹ. അവരെന്താ ചെയ്തത്? നുനുവുഹു ഭഗവാനെ അവിടുത്തെ സ്തുതിച്ചു. അവിടുന്ന് എന്തെല്ലാം ലീലകളാണ് ആടുന്നത്, ഏതെല്ലാം തരത്തിലാണ് ഈ ദേവന്മാരുടെ സങ്കടത്തെ മാറ്റുവാൻ അവിടുന്ന് അവരെ സഹായിക്കുന്നത് എന്നോർത്ത് അങ്ങേ നന്നായി നുനുവുഹു സ്തുതിച്ചു. പിന്നെയോ ഉപാത്ത പുഷ്പവർഷാഹ, അവിടുത്തെ അവരൊക്കെയും പുഷ്പവൃഷ്ടി നടത്തി. അപ്പോൾ ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് അവരൊക്കെ ഈ ബ്രഹ്മാവും പരമശിവനും മറ്റുള്ള ദേവന്മാരൊക്കെ കൂടി, ആദിയായവർ എന്നാണ് പറഞ്ഞത്, അതിനകത്ത് മഹർഷിമാരുണ്ട്, എല്ലാവരുമുണ്ട്. അവരൊക്കെ ആകാശത്ത് വന്ന് നിന്ന് അങ്ങേക്ക് പുഷ്പവൃഷ്ടി നടത്തി. കാരണം അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദേവന്മാർക്ക് ഓരോരോ സങ്കടങ്ങൾ വരുമ്പോൾ അവർ പോലും അറിയാതെ അവരെ ഏതെല്ലാം വിധത്തിലാണ് ഭഗവാൻ സഹായിക്കുന്നതെന്ന്. താന്നുപോയപ്പോൾ അതികഠിനമായിട്ടുള്ള പുറന്തോടോടുകൂടിയ കൂർമ്മമായി ഭവിച്ചു. അതിനുശേഷം അത് ഉയർന്നു വന്ന് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി നിർത്തിയപ്പോൾ അവർ ക്ഷീണിതരാണ് രണ്ടു കൂട്ടരും എന്നറിഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ച് അവർക്ക് ബലവും ശക്തിയും ഓജസ്സും ഉത്സാഹവും ഒക്കെയായി മാറി. അവരെ അങ്ങനെ ശക്തരാക്കി തീർത്തു. തന്നെയല്ല ആ വാസുകിയെയും ശക്തി വർദ്ധിപ്പിച്ചു, വാസുകിയുടെയും. എന്നിട്ട് വളരെ ശക്തിയായി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദേവന്മാരും അസുരന്മാരും കൂടി അതിശക്തമായി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ സമുദ്രത്തിലെ അടിത്തട്ടിലെ ജലം വരെ ഇളകി മറിയുന്ന വിധത്തിൽ ശക്തമായ ഒരു ചലനം അതിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ ഭഗവാനെ അവിടുത്തെ ആ കട്ടിയുള്ള പുറന്തോടിനു മുകളിൽ ഇരുന്നിരുന്ന മന്ദരപർവ്വതം പോലും ഉയർന്നു പൊങ്ങിപ്പോയി. അത് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഭഗവാനെ അവിടുന്ന് ഒരു കൈകൊണ്ട് അതിനെ താഴേക്ക് കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തി. ഭഗവാന്റെ ഈ കാരുണ്യമെല്ലാം കണ്ടുകൊണ്ടിരുന്ന ബ്രഹ്മാവും പരമശിവനും ആദിയായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളും ആകാശമാർഗത്തിൽ വന്ന് നിന്നുകൊണ്ട് ഭഗവാനെ അങ്ങയെ നന്നായി സ്തുതിച്ചു. അങ്ങയുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. അവരൊക്കെ സന്തോഷപരവശരായി ഭവിച്ചു. കാരണം അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സമുദ്രമഥനം ഇവിടം കൊണ്ട് നിന്നുപോയേനെ. ഒരു തരത്തിലും മന്ദരപർവ്വതത്തെ ഒന്നുകിൽ താണുപോകും അല്ലെങ്കിൽ മുകളിലേക്ക് പോകും എന്ന് ഉള്ളൊരു സ്ഥിതി ആയിരുന്നുവെങ്കിൽ തുടർന്ന് മഥനം നടക്കില്ലായിരുന്നു. പക്ഷെ ഭഗവാൻ തന്നെ അതിനുള്ള വഴി തെളിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ബ്രഹ്മാവും പരമശിവനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഭവിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര അവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയഃ പ്രമോദാദുത്ഭ്രാന്താ നുനുവുരുപാത്ത പുഷ്പവർഷാ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചധികം വലിയ വലിയ പദങ്ങളുള്ള, സമസ്ത പദങ്ങളുള്ള ഒരു ശ്ലോകമാണ്.
ഇവിടെ ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിരതര ഹസ്തപങ്കജം. ഇങ്ങനെ കുറേയേറെ വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ കഴിയുന്നതും ചേർത്ത് വായിക്കാൻ നോക്കുക. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതര ഹസ്തപങ്കജം. ഇനിയും തുടക്കക്കാർക്ക് അത്രയും പറ്റുന്നില്ല എങ്കിൽ ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്ര എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് എടുത്തുകൊണ്ട് ന്യസ്തൈക സ്ഥിരതര ഹസ്തപങ്കജം. കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ വായിക്കുക. ഇനി അടുത്തത് വിധിഗിരിശാദയ. അവിടെ വിസർഗമുണ്ട്. അതുപോലെ തന്നെ പ്രമോദാദുദ്ഭ്രാന്ത, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനിയും അവിടെയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പ്രമോദാത് ഉദ്ഭ്രാന്ത, മുകളിൽ പ്രമോദാത് എന്ന് വായിച്ച് നിർത്തുക. അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് എന്ന് വായിച്ചിട്ട് താഴെ ഉദ്ഭ്രാന്ത എന്ന് എടുക്കുക. കഴിയുന്നതും ചേർത്ത് വായിക്കാൻ പറ്റുന്നവരൊക്കെയും ചേർത്ത് തന്നെ വായിച്ച് ശീലിക്കുക. പിന്നെ അടുത്തത് നുനുവുരുപാത്ത പുഷ്പവർഷ. അത് അവിടെ ദീർഘമുണ്ട്, അകാരം, അതുപോലെ വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിലും വായിക്കുക, അകാരം നീട്ടിയും എടുക്കുക. പിന്നെ തന്നെയല്ല നുനുവുഹു ഉപാത്ത പുഷ്പവർഷ. അവിടെ നുനുവുരുപാത്ത, അവിടെ രാ, നുനുവുഹു ഉപാത്ത, രാ ജോയിൻ ചെയ്യാൻ വന്നതാണ്, അത് ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് അവിടെ ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നോക്കൂ, ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ നമ്മൾ തന്നെയാണ്. സജ്ജനങ്ങൾക്ക് നന്മ വരുന്നതിന് വേണ്ടി ഭഗവാൻ ഇവിടെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാമോ അങ്ങനെയൊക്കെ ഭഗവാൻ അവിടെ ലീലയാടുന്നുണ്ട്. ഇന്നും ഈ ലോകത്തിൽ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ പല 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 വിധത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇവിടെ ലീലയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേവന്മാരും അസുരന്മാരുമൊക്കെ ഒരു കാലത്തേത് മാത്രമായിരുന്നില്ല, അവരൊക്കെ എന്നും എല്ലാ കാലത്തും ഇവിടെയുണ്ട്. നമുക്ക് ചുറ്റും ഒരു പക്ഷെ നമ്മളും അവരിൽ ഒരാളാവാം, ദേവനോ അസുരനോ എന്നറിയില്ല. അത് ഭഗവാന്റെ സങ്കല്പം പോലെ, ഭഗവാൻ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു എന്നറിയില്ല. നമ്മളുടെ നല്ല ഭാവമാണ് കൂടുതലെന്ന് ഭഗവാന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ദേവഗണത്തിൽ പെടുത്തും. അല്ല, നമ്മളിൽ ഒരു ദുഷ്ടഭാവമുണ്ടെന്ന് തോന്നിയാൽ ഭഗവാൻ അസുരഗണത്തിലും പെടുത്തും. ഏതായാലും ശരി, രണ്ടു പേർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ എല്ലാം ചെയ്യുന്നത്. അസുരന്മാർക്കും സൽബുദ്ധി തോന്നുവാൻ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഭഗവാൻ. പലപ്പോഴും അവരെ ദ്രോഹിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ പോലും ഭഗവാൻ അവരിൽ കാരുണ്യം ചൊരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് തിരിച്ചറിയാൻ അവരുടെ അറിവില്ലായ്മ കൊണ്ട്, അവരുടെ ഉള്ളിലെ മതം കൊണ്ട് അവർക്ക് കഴിയാതെ വരുന്നു എന്ന് മാത്രം. ഭഗവാൻ ഇന്നും നമ്മളെയൊക്കെ നേരായ വഴിക്ക് നയിക്കുവാൻ, നമ്മളെയൊക്കെ സംരക്ഷിക്കുവാൻ, നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഭഗവാൻ ധാരാളം ലീലകൾ ഇവിടെ ഇന്നും ഈ ലോകത്തും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. 10ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.